ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തകർക്കാൻ വന്ന ഹിഡൻബർഗ് പൂട്ടിക്കെട്ടുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഹിഡൻബർഗിനെതിരെ ഒരു വമ്പൻ അന്വേഷണം വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻസൺ ഫണ്ട്സുമായി ബന്ധപ്പെട്ട് ഹിഡൻബർഗ് ഒത്തുകളിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആൻസൺ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഹിഡൻബർഗ് ഒത്തുകളിച്ചതിന്റെ രേഖകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഹിഡൻബർഗിന്റെ ഫൗണ്ടറായിട്ടുള്ള അല്ലെങ്കിൽ ഹിഡൻബർഗിന്റെ തലപ്പത്തിരിക്കുന്ന നതൻ ആൻഡേഴ്സണുമായി ബന്ധപ്പെട്ട് ആൻസർ ഫണ്ടുമായി ചേർന്ന് വലിയ ഒത്തുകളിയിൽ ഇപ്പോൾ സെക്യൂരിറ്റീസ് ഫ്രോഡ്, ഫോൾട്ടി ഡിസ്ക്ലോഷർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഹിഡൻബർഗ് അന്വേഷണം നേരിടുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ വളരെ വലിയ രീതിയിൽ ഹിഡൻബർഗിനെ പ്രതിരോധത്തിലാക്കും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആൻസൺ ഫണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആൻസൺ ഫണ്ട് ഒരു മാർക്കറ്റ് ഫ്രോഡ് പോർട്ടൽ എന്നാണ് ഈ ആൻസൺ ഫണ്ടിനെയും ഹിഡൻബർഗിനെയും ചേർത്ത് വെച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ആൻസൺ ഫണ്ട് ഒരു കനേഡിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കാനഡയിലെ ആൻസൺ ഫണ്ടുകൾക്കൊപ്പം സെക്യൂരിറ്റി ഫ്രോഡിൽ ആൻഡേഴ്സണിന്റെ നേതൃത്വത്തിലുള്ള ഹിഡൻബർഗും ഉൾപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. ആൻസൺ മാനനഷ്ട കേസ് നേരിടുന്ന ഒറാന്റോയിലെ ഒരു കോടതിക്ക് മുമ്പാകെയാണ് ഈ രേഖകൾ വന്നത് എന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനിടെ ഹിഡൻബർഗ് ആൻസൺ ഫണ്ടുമായി ഒത്തുകളിച്ച് ആൻസൺ ഫണ്ടിന് ഉതകുന്ന രീതിയിൽ ആ റിപ്പോർട്ട് തയ്യാറാക്കി നൽകി എന്നാണ് ഇപ്പോൾ ആ രേഖകളിലുള്ളത്. 1933 സെക്യൂരിറ്റീസ് ആക്ടിന്റെ സെക്ഷൻ 17A, 17B വകുപ്പുകളും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ആക്ടിന്റെ സെക്ഷൻ 10B വകുപ്പുകളും പ്രകാരം US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ സെക്യൂരിറ്റീസ് ഫ്രോഡായി ചാർജ് ചെയ്യാവുന്ന കേസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആൻസൺ ഹെഡ്ജന്റെ ഫണ്ടിന്റെ തലവനായിട്ടുള്ള മോയിസ് കസാം തന്റെ ഗവേഷണം വിവിധ സ്രോതസ്സുകളുമായി പങ്കിട്ടതായി ഒരു ഡെപ്പോസിഷനിൽ വെളിപ്പെടുത്തിയതായി ബ്ലൂംബർഗും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഹിഡൻബർഗിനെതിരെ ഒരു വമ്പൻ അന്വേഷണം തന്നെയാണ് വരാൻ പോകുന്നത്. ഇതിനെ ചൊല്ലിയാണ് ഹിഡൻബർഗ് പെട്ടെന്ന് പൂട്ടിക്കെട്ടി ഓടിയത് എന്നും പല ആൾക്കാരും പറയുന്നു. പക്ഷേ മറ്റൊരു സ്ഥലത്ത് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഹിഡൻബർഗ് പൂട്ടിക്കെട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് മാധുരി പുരി ബുച്ച് ആണ് എന്നുള്ളതാണ്. അവരൊരു ഇന്ത്യക്കാരിയാണ്. മാധുരി പുരി ബുച്ചിന്റെ ഹിഡൻബർഗിനോടുള്ള ശക്തമായിട്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസിൽ പെടും എന്നായതുകൊണ്ടാണ് ഹിഡൻബർഗ് പൂട്ടിക്കെട്ടാനായി തീരുമാനിച്ചത് എന്നുള്ളതാണ്. ലോകത്തിലെ പല കമ്പനികളെയും ട്വിറ്റർ ഉടമയായിട്ടുള്ള ഇലോൺ മസ്കിനെ പോലും കിടുകിട വിറപ്പിച്ച ആ ഹിഡൻബർഗിനെ മുട്ടുകുത്തിച്ച ഇന്ത്യക്കാരിയാണ് നമ്മുടെ മാധവി പുരി ബുച്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി എന്ന് പറയുന്നത്. ആ സെബിയുടെ തലപ്പത്തെത്തിയ ആദ്യത്തെ വനിതയാണ് മാധവി പുരി ബുച്ച് എന്ന് പറയുന്ന വനിത. അദാനിക്കെതിരെ ഹിഡൻബർഗ് നടത്തിയ ആരോപണങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം ഇവിടെ വേണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് വാചാലരാകുന്നത് നമ്മൾ കണ്ടിരുന്നു. പോരാത്തതിന് ജോർജ് സോറോസിന്റെ ഫണ്ട് വാങ്ങിക്കുന്ന NGOകളും കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് വലിയ രീതിയിൽ സെബിയെ സമ്മർദ്ദത്തിലാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതോടുകൂടി തന്നെ മാധവി പുരി ബുച്ച് അദാനിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. സെബി അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ഹിഡൻബർഗ് അന്ന് പ്രസിദ്ധീകരിച്ചത് 32,000 വാക്കുകൾ അടങ്ങിയ റിപ്പോർട്ടാണ് അദാനിക്കെതിരെ പ്രസിദ്ധീകരിച്ചത്. ഇതിൽ 88 ചോദ്യങ്ങളാണ് ഹിഡൻബർഗ് ഉയർത്തിയിരുന്നത്. എന്നാൽ ഈ സെബിയുടെ അന്വേഷണത്തിൽ 88 ചോദ്യങ്ങൾ അടങ്ങിയ ഈ റിപ്പോർട്ടിൽ 99% ചോദ്യങ്ങളും പച്ചക്കളവും ഒരു കഴമ്പില്ലാത്തതുമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇതേ തുടർന്ന് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ട് മാധവി പുരി ബുച്ച് ഹിഡൻബർഗിന് അതിശക്തമായിട്ടുള്ള ഒരു കാരണം കാണിക്കൽ നോട്ടീസാണ് അയച്ചിരുന്നത്. മാധവി പുരി ബുച്ചിന്റെ ഈ റിപ്പോർട്ട് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ സുപ്രീം കോടതിയും 100% ഈ റിപ്പോർട്ടിനെ ശരിവയ്ക്കുന്ന രീതിയിലാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള GY ചന്ദ്രചൂഡ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. മാധവി പുരി ബുച്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദാനിക്കെതിരെ അന്വേഷണം ആവശ്യമില്ല എന്നാണ് സെബിയുടെ കണ്ടെത്തൽ. കാരണം അത്രയ്ക്ക് പഴുതില്ലാത്ത റിപ്പോർട്ടായിരുന്നു മാധവി പുരി ബുച്ച് തയ്യാറാക്കിയിരുന്നത്. ധനകാര്യ മേഖല ഓഹരി വിപണിയിലും ആഴത്തിലും അറിവുള്ളതിലും ഇത്രയും ശക്തമായ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ മാധവി പുരി ബുച്ചിന് കഴിഞ്ഞുവെന്നാണ് സുപ്രീം കോടതി അടക്കം പറഞ്ഞത്. ഇതോടെ മാധവി പുരി ബുച്ചിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഹിഡൻബർഗ് രംഗത്തെത്തി. നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് രംഗത്തെത്തി. മാധവി പുരി ബുച്ചിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദാനിയെ വീഴ്ത്താനായി രണ്ടാമതൊരു റിപ്പോർട്ട് കൂടെ ഹിഡൻബർഗ് പുറത്തുവിടുകയുണ്ടായി. ഈ റിപ്പോർട്ടിൽ പറയുന്നത് മാധവി പുരി ബുച്ച് അദാനിയുടെ പഴയ ഒരു കമ്പനിയിൽ ജോലി ചെയ്ത സ്ത്രീയായിരുന്നു. അദാനി മാധവി പുരി ബുച്ചിന് കൃത്യമായ മാസപ്പട്ടി
കൊടുക്കുന്നു എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് ഹിഡൻബർഗ് അടുത്ത റിപ്പോർട്ട് കൊണ്ടുവന്നത്. മാധവി പുരി ബുച്ചിനെയും ഭർത്താവ് ധവാൻ ബുച്ചിനെയും അദാനിയുമായുള്ള ബന്ധത്തിന്റെ മേൽ കൂട്ടിക്കെട്ടിക്കൊണ്ടായിരുന്നു അവർ ആ റിപ്പോർട്ട് കൊണ്ടുവന്നത്. മാധവി പുരി ബുച്ച് തനിക്കുള്ള വരുമാനങ്ങളിൽ ഭൂരിഭാഗം അസറ്റ്സും ഉണ്ടാക്കിയത് അദാനിയുടെ പണം കൊണ്ടാണ് എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഇതോടെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളടക്കം വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായി സെബിക്കെതിരെയും മാധവി പുരി ബുച്ചിനെതിരെയും രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. പതിവിന് വിപരീതമായി ഈ സെബിയിലുള്ള ചില ആൾക്കാരും മാധവി പുരി ബുച്ചിനെതിരെ ശബ്ദമുയർത്തുന്ന കാഴ്ച നമുക്ക് കാണാനായി സാധിച്ചു. അതായത് അവിടെയുള്ള ജീവനക്കാർ സമരത്തിനിറങ്ങി പുറപ്പെട്ടു. ജീവിതത്തിൽ സമരം ചെയ്യാത്ത നല്ല ശമ്പളമുള്ള സെബി ജീവനക്കാരെ സമരത്തിലേക്ക് തള്ളിവിട്ടത് കോൺഗ്രസിന്റെ ചില റിപ്പോർട്ടുകളാണെന്ന് അപ്പോൾ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായിരുന്നാലും ഹിഡൻബർഗിനെതിരെ അയച്ച കാരണം കാണിക്കൽ നോട്ടീസിൽ നിന്നും മാധവി പുരി ബുച്ചിനെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഹിഡൻബർഗിന്റെ ആ സമയത്തെ ഒരു ഇന്റൻഷൻ അഥവാ ഉദ്ദേശം എന്ന് പറഞ്ഞത്. എന്നാൽ അത് നടന്നില്ല. കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള ചില ആൾക്കാരും വ്യവസായികളും പെട്ടേക്കാമെന്ന ചില ആരോപണങ്ങളും ഉയർന്നിരുന്നു. അതായത് സെബിക്ക് കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസിൽ മാധവി പുരി ബുച്ചിന്റെ വായടപ്പിക്കാൻ കോൺഗ്രസ് അവർക്കെതിരെ ചെളിവാരി എറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. എന്തായാലും കോൺഗ്രസിനെതിരെയുള്ള ഈ ആരോപണങ്ങളെയും ഹിഡൻബർഗ് കൊണ്ടുവന്ന ആരോപണങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മാധവി ബുച്ച് പറഞ്ഞത് പട്ടാളക്കാരുടെ കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ കുലുങ്ങില്ല എന്നായിരുന്നു. അങ്ങനെ മാധവി പുരി ബുച്ച് ഹിഡൻബർഗുമായി യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഹിഡൻബർഗ് മാധവി പുരി ബുച്ചിനെ കണ്ട് ഭയന്നിട്ടാണ് പൂട്ടിക്കെട്ടിയത് എന്ന് വേറൊരു വശത്തും വരുന്നു. ആൻസൺ ഫണ്ടുമായി ബന്ധപ്പെട്ട് വേറൊരു വശത്ത് വരുന്നു. എന്തായാലും ഹിഡൻബർഗിന്റെ കാര്യം കട്ടപ്പുകയായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.